ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ്. തമ്മിൽ കണ്ടുവന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. അതേ HSC റിക്രൂട്ട്മെന്റ് ഫ്രീസ് അവസാനിച്ചിരിക്കുന്നു ഇന്ന്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ എന്റെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാം HSC റിക്രൂട്ട്മെന്റ് ഫ്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കുഞ്ഞ് അപ്ഡേറ്റ്സും ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഒക്ടോബറിലാണ് HSC റിക്രൂട്ട്മെന്റ് ഫ്രീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നവംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് അത് എല്ലാ ഏരിയാസിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തു. ആകെ എക്സെപ്ഷൻ ഉണ്ടായിരുന്നത് കൺസൾട്ടൻസിനും ഡോക്ടേഴ്സ് ഇൻ ട്രെയിനിങ്ങിനും അതേപോലെ തന്നെ 2023 ഗ്രാജുവേറ്റ് നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സിനാണ്. പിന്നെ ജനുവരി ഒക്കെ ആയപ്പോഴത്തേക്ക് പാർഷ്യൽ ഫ്രീസിലാണ് എന്നൊക്കെ ഉള്ള ചെറിയ ന്യൂസുകൾ കേട്ടു. കാരണം അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ആവശ്യാനുസൃതം. എന്നാലും വലിയൊരു റിക്രൂട്ട്മെന്റ്സ് ഒന്നും നടക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു. കാരണം പലരുടെയും DL-ന്റെ വാലിഡിറ്റി ഒക്കെ കഴിഞ്ഞു. പലർക്കും ഇന്റർവ്യൂ കിട്ടിയിട്ടും അവരെ വിളിക്കുന്നില്ലായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും കുറെ നാളായിട്ട് കാത്തിരിക്കുന്നു. ചിലർക്കൊക്കെ ഓഫർ ലെറ്റർ വന്നിട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒത്തിരി ഇഷ്യൂസിലൂടെ ആയിരുന്നു ഇത്രയും നാൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ ഇഷ്യൂസിനൊക്കെ ഇന്ന് ജൂലൈ 15 ഒരു എൻഡ് ആയിരിക്കുകയാണ്. ഇന്ന് HSC റിക്രൂട്ട്മെന്റ് ഫ്രീസ് എടുത്തു മാറ്റി എന്ന് HSC ചീഫ് ബെർണാഡ് ഗ്ലൗസ്റ്റർ അനൗൺസ് ചെയ്തു. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, HSC പ്രോപ്പർ ആയിട്ടുള്ള ഫണ്ടിങ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഈ റിക്രൂട്ട്മെന്റ് ഫ്രീസ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 1.5 ബില്യൺ യൂറോയാണ് ഈ വർഷം ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നത് HSC. അതേപോലെ അടുത്ത വർഷം 1.2 ബില്യൺ യൂറോയാണ് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് റിക്രൂട്ട്മെന്റ്സ് ഒക്കെ തുടരും. എന്നാലും ആ റിക്രൂട്ട്മെന്റ്സിനൊക്കെ ഓരോ ഹോസ്പിറ്റൽസിനും ലിമിറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ പോലെ ഒത്തിരി ഓവർ ആയിട്ട് പിന്നെ ഫണ്ട് ഇല്ലാത്ത ഇഷ്യൂ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് റിക്രൂട്ട്മെന്റ്സിനൊക്കെ ഓരോ ഹോസ്പിറ്റൽസിനും ലിമിറ്റ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോസസിംഗ് ഒന്നും ലേറ്റ് ആക്കാതെ എത്രയും പെട്ടെന്ന് പ്രോസസിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് അയർലൻഡിലേക്ക് കയറി വരാൻ നോക്കുക. ഈ ഒരു ഫണ്ടിങ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് ബാക്കിയുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വികസനത്തിനും കൂടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതിനുവേണ്ടി ഒത്തിരി പ്ലാനിങ് ഉണ്ട് റിക്രൂട്ട്മെന്റ്സ് അല്ലാതെ തന്നെ. അതുകൊണ്ട് പ്രോസസിംഗ് ഒട്ടും ലേറ്റ് ആക്കാതെ പെട്ടെന്ന് കയറി വരാൻ നോക്കുക. ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. എൽസ ബാക്ക്. ഹായ് കാക്ക. എൽസ എന്നാ എൽസ കുക്കുരു കുക്കുറുക്കൻ എന്തി കുക്കുരു കുക്കുറുക്കൻ.